നമസ്കാരം. പ്രധാന വാർത്തകൾ. വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിനിടെ അപകടം. കയ്യിലിരുന്ന പടക്കം പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശി ദിലീപാണ് മരിച്ചത്. ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് അജ്ഞാതനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവം. അറസ്റ്റിലായ മധുസൂദനൻ നിരവധി കേസുകളിലെ പ്രതിയെന്ന് പോലീസ്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കോട്ടപ്പാടം ഭീമനാട് ക്ഷേത്രത്തിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറേക്കര ശങ്കരനാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് വാടകം. ബന്ധുക്കൾ പുറമ്പോക്ക് ഭൂമി നൽകി സ്വന്തം ഭൂമി തട്ടിയെടുത്തെന്ന പരാതിയുമായി വീട്ടമ്മ. പരാതി നൽകിയിട്ടും പോലീസിൽ നിന്നും റവന്യൂ അധികൃതരിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും തന്റെ ജീവന് പോലും ഭീഷണിയുള്ളതായും 63-കാരിയായ തങ്കമണി. UDF അധികാരത്തിൽ വന്നാൽ മന്ത്രി പ്രതീക്ഷയിൽ മങ്കടയിൽ മത്സരിച്ച മഞ്ഞളാംകുഴി അലിയും. വിജയിച്ചാൽ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം നൽകുമെന്ന് സൂചന. നേരത്തെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ നഗരകാര്യ ന്യൂനപക്ഷക്ഷേമ മന്ത്രിയായിട്ടുണ്ട് മഞ്ഞളാംകുഴി അലി. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. 89 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. ഫലപ്രഖ്യാപനം മെയ് 2-ാം വാരം ഉണ്ടായിരിക്കും. വിശദമായ വാർത്തകളിലേക്ക്. വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന് പടക്കം പൊട്ടി ഗുരുതരമായി പൊള്ളലേറ്റ യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം രാഗം കോർണറിലെ വെള്ളപ്പാം തൊടി ദിലീപാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രി 9:30 ശ്രീകൃഷ്ണപുരം രാഗം കോർണറിൽ സുഹൃത്തുക്കളോടൊപ്പം പടക്കം പൊട്ടിക്കുന്നതിനിടെയാണ് സംഭവം. ഒരു കൈകൊണ്ട് പടക്കം പൊട്ടിക്കുന്നതിനിടെ കവറിൽ കക്ഷത്തിൽ വെച്ചിരുന്ന പടക്കത്തിലേക്ക് തീപിടിക്കുകയായിരുന്നുവെന്നാണ് വിവരം. പൊള്ളലേറ്റ ഉടൻ മാങ്ങോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ദിലീപിനെ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചു. പൊള്ളലേറ്റതിനു പുറമെ ആന്തരിക രക്തസ്രാവവും മരണകാരണമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതീക്ഷയാണ് ദിലീപിന്റെ ഭാര്യ. മക്കൾ അനാവിയ, അമാലിയ. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ ഉറങ്ങിക്കിടന്ന ആളെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതി മധുസൂദനൻ നായർ മുൻപും വിവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണെന്ന് പോലീസ്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിലെ മോഷണ കേസിലും കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അളവിൽ കൂടുതൽ വിദേശ മദ്യം സൂക്ഷിച്ച കേസിലും ഇയാൾ നേരത്തെ പ്രതിയായിട്ടുണ്ട്. കൊലപാതക കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം അരുവിക്കര സ്വദേശിയായ മധുസൂദനൻ നായരെ വ്യാഴാഴ്ച കൃത്യം നടന്ന ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊല്ലപ്പെട്ടയാൾക്ക് നൽകിയ 2000 രൂപ തിരികെ ലഭിക്കാത്തതിലുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. കയ്യബദ്ധമൊന്നുമില്ല. അന്നെ കൊല്ലൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ആ പെണ്ണിനെ അറ്റപ്പെട്ടേ എനിക്ക് വന്ന് കൊല്ലണമെന്ന് തീരുമാനം എനിക്കുണ്ടായിരുന്നു. ഞാൻ ചെയ്തതാ. അത് ചെയ്തതിന് ഞാൻ ചെയ്ത് എന്നെ പറയും. ഞാൻ ചെയ്തതാ അവനെ കൊല്ലണമെന്ന് എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവനെ കൊന്നതാ. ആസൂത്രിത കൊലപാതകം ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു ക്രൂരമായ കൊലപാതകം നടന്നത്. ബസ് സ്റ്റാൻഡിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അജ്ഞാതനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ചെറുപ്പളശ്ശേരിയിലേക്ക് കടന്നു. തുടർന്ന് വീണ്ടും ഒറ്റപ്പാലത്തേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് പോലീസ് സംഘം ഇയാളെ പിടികൂടിയത്. കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞില്ല. കൊല്ലപ്പെട്ടത് 60 വയസ്സ് തോന്നിക്കുന്ന ഇതര സംസ്ഥാനക്കാരനാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആക്രി സാധനങ്ങൾ ശേഖരിച്ചായിരുന്നു കൊല്ലപ്പെട്ടയാൾ ഉപജീവനം നടത്തിയിരുന്നത്. പ്രതിയും സമാനമായ ജോലി തന്നെയാണ് ചെയ്തിരുന്നത്. കോട്ടപ്പാടം ഭീമനാട് വെള്ളിയിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭീമനാട് പടിഞ്ഞാറേക്കര ശങ്കരൻ 38 മരിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് വാടകം രജനി ഇടമുറ്റത്ത് ആവശ്യപ്പെട്ടു. ഭീമനാട് വെള്ളിയിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ ഭാഗത്ത് പ്രദേശവാസികളാണ് ശങ്കരനെ മരിച്ച നിലയിൽ കണ്ടത്. ഇവർ വാർഡംഗം രജനി ഇടമുറ്റത്തിനെ വിവരം അറിയിച്ചു. പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകൾ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബുധനാഴ്ച രാത്രി ഇദ്ദേഹം വീട്ടിലെത്തിയിരുന്നില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ബന്ധുക്കൾ അന്വേഷണം നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിനരികെ രക്തം കണ്ടതായി വിവരമുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് വാർഡംഗം രജനി ഇടമുറ്റത്ത് പറഞ്ഞു. എന്താന്ന് നമുക്ക് സത്യം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് വരട്ടെ.
എങ്കിലും എന്താണ് എന്ന് നമുക്ക് അവിടെ ബ്ലഡൊക്കെ ഇങ്ങനെ കണ്ടു, അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ. അപ്പം ഇതിന് ശക്തമായിട്ട് അതിന് തെളിവ് ലഭിക്കണം. നാളെ മുതൽ ഇത് ഉണ്ടാവാതിരിക്കണം. ഇനിയും ഒരു മരണം ഇവിടെ സംഭവിക്കരുത്. അതിന് ശക്തമായിട്ട് ഇനി എന്തായാലും ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ച് അമ്പലത്തിൻ്റെ ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാനുള്ള ഇതൊക്കെ പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബന്ധുക്കൾ പുറമ്പോക്ക് ഭൂമി നൽകി സ്വന്തം ഭൂമി തട്ടിയെടുത്തുവെന്നും പോലീസിൽ നിന്നും റവന്യൂ അധികൃതരിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും വീട്ടമ്മയായ മണ്ണാർക്കാട് തത്തേങ്കലം മലയിൽ തങ്കമണി കുടുംബസ്വത്തായി ലഭിച്ച 45 സെന്റിന് പകരം പുറമ്പോക്ക് അളന്നു നൽകിയെന്നും തങ്കമണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുടുംബസ്വത്തായി തങ്കമണിക്ക് ലഭിച്ച 45 സെന്റ് സഹോദരന് നൽകി. പകരം സഹോദരൻ നൽകിയ ഭൂമി റവന്യൂ പുറമ്പോക്കാണെന്നും തന്റെ ആധാരത്തിൽ പറയുന്ന സ്ഥലം സഹോദരന്റെ മക്കൾ കൈവശം വെച്ചിരിക്കുകയാണെന്നും തങ്കമണി പറഞ്ഞു. കൂലിപ്പണിക്ക് പോകുന്ന തനിക്ക് സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. തന്റെ വീടിരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ പുറമ്പോക്കാണെന്ന് ഇതുവഴി റോഡ് വെട്ടാൻ അധികൃതർ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഇതേ തുടർന്ന് ഡിജിറ്റൽ സർവേ നടത്തിക്കുകയും FMB മാപ്പ് ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തു. ആധാരത്തിൽ പറയുന്ന സ്ഥലം ബന്ധുക്കൾ കയ്യേറിയിരിക്കുകയാണെന്നും ഇത് ഒഴിപ്പിച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് പോലീസിലും താലൂക്ക് ഓഫീസിലും പരാതി പറഞ്ഞെങ്കിലും അവർ കൈമലർത്തുകയാണ്. നീതി തേടി ചെന്നിടത്തു നിന്നെല്ലാം 63 വയസ്സുള്ള തന്നെ കൈയൊഴിയുന്ന സ്ഥിതിയാണ്. മാത്രമല്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയും മന്ത്രവാദം നടത്തിയ കോഴികളുടെയും മറ്റും ശിഷ്ടങ്ങൾ കിണറ്റിൽ തള്ളുന്നതും പതിവാണ്. തന്നെ സഹായിക്കാനാവില്ലെന്ന് പോലീസും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കഴിയാതെ ഇടപെടാനാകില്ലെന്ന് തഹസിൽദാറും പറഞ്ഞെന്ന് തങ്കമണി പറഞ്ഞു. തന്റെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട്. തനിക്ക് അവകാശപ്പെട്ട ഭൂമി അനധികൃതമായി കൈവശം വെച്ചവരെ ഒഴിപ്പിക്കണമെന്നും തങ്കമണി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ മക്കളെ കുടുംബമായി താമസിക്കാൻ, സമാധാനപരമായി താമസിക്കാൻ വേണ്ടി ഞാൻ മാറ്റിപ്പാർപ്പിച്ചത്. കാരണം കുടിവെള്ളം മലിനമാക്കിയിട്ട് എന്നോ ഈ മോട്ടർ അടിച്ച് കിണർ പറ്റിക്കുക പണി. കോഴിയുടെ തല മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ പൂജ ചെയ്ത വെള്ളം എൻ്റെ കിണറ്റ് കൊണ്ടുവന്ന് ഒഴിക്കും. പിന്നെ രാത്രി കാലങ്ങളിൽ ഒരു കുടമണി തിരിക്കി വെളിച്ചപ്പെട്ട് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മക്കളും ഞാൻ സമാധാനമില്ലാതെ ജീവിച്ചു. എൻ്റെ മരുമക്കളും പേരക്കുട്ടികളെങ്കിലും നല്ല രീതിക്ക് സ്വസ്ഥമായി ജീവിക്കാനും അവർക്ക് പഠിക്കാനും അവർക്ക് നല്ല രീതിക്ക് വളരാനും വേണ്ടിയിട്ടാണ് ഞാൻ 25 മിനിറ്റ് നടക്കാൻ ദൂരമുള്ള സ്ഥലത്ത് വീട് കടം വാങ്ങി വീട് വെച്ച് അവരെ സ്വസ്ഥമായി അവിടെ ഇരുത്തിയത്. അല്ലാണ്ട് എനിക്ക് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടല്ല. തത്തേങ്കലത്തെ വാർഡ് മെമ്പറും മറ്റു ആൾക്കാരും നേതാക്കന്മാരോട് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഭർത്താവിനെ ഉപേക്ഷിച്ച് താമസിക്കുന്ന, മക്കളെ ആട്ടി ഓടിച്ച് താമസിക്കുന്ന ഒരു വ്യഭിചരിക്കുന്ന ഒരു സ്ത്രീ ഞാനല്ല. ഇത് മണ്ണാർക്കാട് പോലീസിനെ ബോധ്യപ്പെടുത്തിയ ഒന്നാം വാർഡ് മെമ്പറും അതുപോലെ മണ്ണാർക്കാട് പോലീസും ഇത് തെളിയിക്കണം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ മഞ്ഞളാംകുഴി അലി MLA മന്ത്രിസഭയിൽ ഉണ്ടാകും. മങ്കടയിൽ മത്സരിച്ച മഞ്ഞളാംകുഴി അലി വിജയിച്ചാൽ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം നൽകുമെന്നാണ് സൂചന. മുസ്ലിം ലീഗിന് ലഭിക്കുന്ന 5 മന്ത്രിസ്ഥാനങ്ങളിൽ കഴിവും പ്രാപ്തിയും ഉള്ളവരെ തെരഞ്ഞെടുക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ പിന്നെ മഞ്ഞളാംകുഴി അലിയെ ആയിരിക്കും പരിഗണിക്കുക. മണ്ഡലത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ഈ മണ്ഡലത്തിന്റെ കൂടുതൽ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുമാണ് മഞ്ഞളാംകുഴി അലി MLA തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ വിശ്വാസവും മങ്കടയിലെ അവിസ്മരണീയമായ വിജയവും മഞ്ഞളാംകുഴി അലിയെ മന്ത്രിപദത്തിലേക്ക് എത്തിക്കുമെന്നാണ് വിലയിരുത്തൽ. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും കഴിവും പ്രാപ്തിയുമുള്ള MLA-മാരെ തന്നെ തിരഞ്ഞെടുക്കും. PK കുഞ്ഞാലിക്കുട്ടി, മഞ്ഞളാംകുഴി അലി, PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവരെയാണ് ലീഗ് മന്ത്രിമാരായി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നഗരവികസന കാര്യ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു മഞ്ഞളാംകുഴി അലി. ഇത്തവണ ശ്രദ്ധേയമായ ക്യാബിനറ്റ് പദവിയിൽ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിയമസഭയിലേക്ക് 7 തവണ മഞ്ഞളാംകുഴി അലി മത്സരിച്ചു. 1996-ൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച മുസ്ലിം ലീഗിലെ KPA മജീദിനോട് പരാജയപ്പെട്ടു. 2006-ൽ MK മുനീറിനെയും പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി. CPM-ഉമായുള്ള ബന്ധം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗിൽ ചേർന്ന മഞ്ഞളാംകുഴി അലി 2011-ലും 2016-ലും പെരിന്തൽമണ്ണയിൽ നിന്നും വിജയിച്ച് തുടർച്ചയായി നിയമസഭയിലെത്തി. 2021-ൽ മങ്കടയിലേക്ക് തിരിച്ചെത്തി വിജയം ആവർത്തിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ മഞ്ഞളാംകുഴി അലി വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6ാമതും നിയമസഭയിൽ എത്തുന്നുവെന്ന പ്രത്യേകതയും ഈ വിജയത്തിനുണ്ടാകും. മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉചിതമായ തീരുമാനമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതി പാലക്കാട് നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ M പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. അതിജീവിതയെ വ്യാഴാഴ്ച കോടതി വിസ്തരിച്ചു. ഇവരുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കി. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് അതിജീവിതയെ വിസ്തരിച്ചത്.
പ്രതിക്കെതിരായാണ് ഇവർ മൊഴി നൽകിയതെന്നാണ് അറിയുന്നത്. അതിജീവിതയെ ഹാജരാക്കാനും ജാമ്യം നിഷേധിക്കാനുമുള്ള അപേക്ഷ ഫയൽ ചെയ്യാനും മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ കഴിഞ്ഞ ദിവസം ഉത്തരവ് നൽകിയിരുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയം സ്ഥാപിച്ച് ദലിത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തത്. പീഡനത്തിനു പുറമെ പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. സംഭവത്തിനു ശേഷം പ്രക്ഷോഭ ഒളിവിലാണ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് നടക്കാവിൽ ഹാജരായി. ഇടവേള. വാർത്തകൾ തുടരുന്നു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരപേപ്പറുള്ള മൂല്യനിർണ്ണയ ക്യാമ്പാണ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുനഃക്രമീകരിച്ച SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരപേപ്പറിലുള്ള മൂല്യനിർണ്ണയമാണ് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 89 ക്യാമ്പുകളാണ് ഇതിനായി സജ്ജമാക്കിയിരിക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയമാണ് നടക്കുന്നത്. വാടാനാംകുറിശി, നടുവട്ടം സ്കൂളുകളിൽ SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകളും ആരംഭിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഗണിതം ഒഴികെയുള്ള എല്ലാ ഉത്തരപേപ്പറുകളിലെയും മൂല്യനിർണ്ണയമാണ് നടത്തുന്നത്. ആദ്യം +1 ഇംപ്രൂവ്മെന്റ്, +2, +1 എന്നിങ്ങനെ തിരിച്ചുള്ള മൂല്യനിർണ്ണയമാണ് ഇവിടെ നടത്തുക. 400 അധ്യാപകരുടെ നേതൃത്വത്തിലാണ് മൂല്യനിർണ്ണയം. 70 പേർ ചീഫ് എക്സാമിനർമാരായും പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ അഷ്റഫ് പറഞ്ഞു. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി SSLC ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഇന്ന് ആരംഭിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ GHSS പട്ടാമ്പിയിൽ ക്യാമ്പ് നമ്പർ 54-ൽ ഇന്ന് ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ആരംഭിച്ചു. 400-ൽ കൂടുതൽ അധ്യാപകർ ഡ്യൂട്ടിക്ക് ഹാജരായിട്ടുണ്ട്. ഇതിൽ ചീഫ് എക്സാമിനർമാരുടെ എണ്ണം 70-ൽ കൂടുതലാണ്. വിവിധ വിഷയങ്ങളിലായി ഏകദേശം 10 ദിവസങ്ങൾക്കുള്ളിൽ, ചില വിഷയങ്ങൾ അതിനു മുന്നേ പൂർത്തിയാക്കുന്നതാണ്. എന്നാൽ മിക്കവാറും എല്ലാ വിഷയങ്ങളും ഏകദേശം 10 അല്ലെങ്കിൽ 1-2 ദിവസം കൂടുതലായിട്ട് പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം +1 ഇംപ്രൂവ്മെൻറ്റ്, അതിനുശേഷം +2, പിന്നെ അതിനുശേഷം +1. ഈ ക്രമത്തിലാണ് വാല്യുവേഷൻ തുടങ്ങാൻ നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഇന്ന് തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. 10 ദിവസങ്ങളിലായാണ് മൂല്യനിർണ്ണയം. ആദ്യഘട്ടം 16 മുതൽ 18 വരെയും, രണ്ടാം ഘട്ടം 20 മുതൽ 25 വരെയും, മൂന്നാം ഘട്ടം 27 മുതൽ മെയ് 2 വരെയുമാണ്. മെയ് 2-ാം വാരത്തോടെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 8.7 ലക്ഷം വിദ്യാർത്ഥികളുടെ 80 ലക്ഷത്തോളം ഉത്തരപേപ്പറുകളിലാണ് മൂല്യനിർണ്ണയം നടക്കുക. VHSE വിഭാഗത്തിൽ 30,000 കുട്ടികളും പരീക്ഷ എഴുതിയിട്ടുണ്ട്. 4.14 ലക്ഷം വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയിരിക്കുന്നത്. 36 ലക്ഷത്തോളം ഉത്തരപേപ്പറുകളിലാണ് ഈ വിഭാഗത്തിൽ മൂല്യനിർണ്ണയം നടത്താനുള്ളത്. വേനൽ ചൂട് കനത്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുതിക്കുന്നു. രാത്രികാലങ്ങളിൽ ട്രാൻസ്ഫോമറിന്റെ ലോഡ് കൂടി ഫ്യൂസ് പോകുന്നതും പതിവായിട്ടുണ്ട്. വൈദ്യുതി തടസ്സം ഒഴിവാക്കുന്നതിന് ഉപഭോക്താക്കളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് KSEB. പകലും രാത്രിയിലും സഹിക്കാനാവാത്ത ചൂട്. വെറുതെ നിന്നാൽ പോലും വിയർത്തൊഴുകും. AC-യും ഫാനുമൊന്നുമില്ലാതെ ഒരു നിമിഷം പോലും വീട്ടിലും ഓഫീസിലുമൊന്നും ഇരിക്കാനാവാത്ത അവസ്ഥ. ഇത് സംസ്ഥാനത്ത് വൈദ്യുത ഉപയോഗവും റെക്കോർഡിൽ എത്തിച്ചിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് വൈദ്യുത ഉപയോഗത്തിൽ വലിയ തോതിൽ വർധനവുണ്ടാക്കുന്നു. മാത്രമല്ല, LPG ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനായി ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രയർ, ഓവൻ എന്നിവയുടെ ഉപയോഗവും വൈദ്യുത ഉപയോഗം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. വെഹിക്കിൾ ഉപയോഗിക്കുന്നവരുടെ ചാർജിങ്ങും വൈദ്യുതി ഉപയോഗത്തിലെ വർധനയ്ക്ക് കാരണമാണ്. പകൽ സമയത്ത് സോളാർ വൈദ്യുതിയിൽ നിന്നും നമുക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി ലഭ്യമാണെങ്കിലും രാത്രികാലങ്ങളിൽ വൈദ്യുതി കേരളത്തിന് പുറത്തുനിന്നും വാങ്ങിയാണ് വിതരണം ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുന്നതും ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതും പല ട്രാൻസ്ഫോമറുകൾക്കും താങ്ങാവുന്നതിലുമപ്പുറം ലോഡ് കൂടുന്നതിന് കാരണമാവുകയും ഇതുമൂലം ട്രാൻസ്ഫോമർ ഫീസ് പോകുന്നതിനും രാത്രികാല ആവശ്യമായ ലൈറ്റ്, ഫാൻ, AC എന്നിവ ഉപയോഗിക്കുന്നത് വൈദ്യുതി ലഭ്യമല്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. അതിനാൽ ഉപഭോക്താക്കൾ രാത്രികാല വാഹന ചാർജിംഗ്, വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചകം എന്നിവ പകൽ സമയത്ത് ലഭ്യമായ സോളാർ വൈദ്യുതി ഉപയോഗിച്ച് നിർവഹിക്കണമെന്നാണ് KSEB അഭ്യർത്ഥിക്കുന്നത്. രാത്രികാലങ്ങളിൽ ട്രാൻസ്ഫോമർ ലോഡ് കൂടി ഫീസ് പോകുന്നത് മൂലം ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ ഇതിലൂടെ കഴിയുമെന്നും KSEB പറയുന്നു.
പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ വ്യാജ അശ്ലീല പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വഴി പ്രചരിപ്പിച്ച വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. പാറൽ സ്വദേശി ഫിറോസ് ബാബുവിനെതിരെയാണ് പരാതി നൽകിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാജ അശ്ലീല സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. വർഗീയ ചേരിതിരിവുണ്ടാക്കാനും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്താനും ലക്ഷ്യം വെച്ചാണ് ഇത്തരം പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നതെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ നൽകിയ പരാതിയിൽ പറയുന്നു. പാണക്കാട് തങ്ങളുടേതെന്ന വ്യാജേന സഭ്യമല്ലാത്ത പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചത് തെറ്റിദ്ധാരണ പരത്തുന്നതിനും കാരണമാകുന്നുവെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പരാതിപ്പെട്ടു. വ്യാജ പ്രചരണത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ആലിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പെരിന്തൽമണ്ണ പോലീസ് SHOയ്ക്ക് പരാതി നൽകി. അന്വേഷണത്തിന് വേണ്ട തെളിവുകളും കൈമാറി. മണ്ണാർക്കാട് അരക്കുറിശി കൊട്ടപ്പടി ശിവൻകുന്ന് കനാൽ റോഡ് തകർന്നിട്ട് വർഷങ്ങൾ. തകർന്ന റോഡിലെ കുഴിയിൽ ഇരുചക്ര വാഹന യാത്രക്കാർ വീഴുന്നത് പതിവായി. തിരിഞ്ഞു നോക്കാതെ നഗരസഭ അധികൃതർ. അരക്കുറിശി കൈതച്ചിറ റോഡിലെ കൊട്ടപ്പടിയിൽ നിന്ന് ശിവകുന്ന് ഗ്യാസ് ഗോഡൌൺ വരെയുള്ള റോഡിൽ അപകടം ഒഴിഞ്ഞ ദിവസങ്ങളില്ല. ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. കൂടുതലും സ്ത്രീ യാത്രക്കാരാണ് കുഴിയിൽ വീഴുന്നത്. 7 വർഷം മുമ്പ് ടാർ ചെയ്ത റോഡ് ശുദ്ധജല പൈപ്പ് സ്ഥാപിക്കാനായി പൊളിച്ചതോടെയാണ് തകർച്ച തുടങ്ങിയത്. പൈപ്പ് സ്ഥാപിച്ച ശേഷം മൂടിയെങ്കിലും ടാർ ചെയ്തിരുന്നില്ല. തുടർന്നുള്ള വർഷങ്ങളിൽ പെയ്ത മഴയിൽ മണ്ണ് ഒലിച്ചുപോയി. റോഡിൽ വലിയ കുഴികളും രൂപപ്പെട്ടു. ഒരു വാഹനത്തിന് കഷ്ടിച്ച് കടന്നുപോകാൻ മാത്രം വീതിയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും കിടങ്ങുകൾ രൂപപ്പെട്ടതോടെ യാത്ര ദുരിതപൂർണമായി. എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് നൽകാൻ വാഹനം ഒതുക്കി നിർത്തുന്നതോടെ കിടങ്ങിൽ വീഴുന്ന സ്ഥിതിയാണ്. അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് വിഷുദിനത്തിൽ കൊടിയേറി. മെയ് 11 കാളവേലയും 12 പൂരവും ആഘോഷിക്കും. വള്ളുവനാട്ടിലെ പ്രസിദ്ധ ഉത്സവങ്ങളിലൊന്നായ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് വിഷുദിനത്തിൽ വൈകിട്ട് കൊടിയേറി. ശാന്തി ശങ്കരനാരായണൻ കുളങ്ങര കാർമ്മികരായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും സന്നിഹിതരായി. മെയ് 11 കാളവേലയും 12 പൂരവും ആഘോഷിക്കും. കൊടിയേറ്റത്തിന് ശേഷം ചെർപ്പുളശ്ശേരി ശിവൻ, ചെർപ്പുളശ്ശേരി ഹരിഹരൻ, മഞ്ചേരി ഹരിദാസ്, പരമണ ശശി എന്നിവർ നയിച്ച ഇരട്ടക്കേളി അരങ്ങേറി. ചുറ്റുവിളക്ക്, കതിർവേല വരവ് എന്നിവയും ഉണ്ടായി. തൂതപ്പുഴയുടെ തീരങ്ങൾ അതിർത്തിയായി പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ തട്ടകം. ഉത്സവത്തോടനുബന്ധിച്ച് വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികൾ, ഇരട്ടത്തായമ്പക, ഗാനമേള എന്നിവ ക്ഷേത്രത്തിൽ അരങ്ങേറും. തൃശൂർ പൂരത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് കുടമാറ്റം ഉൾപ്പെടെയുള്ള ചടങ്ങുകളോടെ നടക്കുന്ന തൂതപ്പൂരം. ആചാരപ്പെരുമയുടെയും ഭക്തിയുടെയും നിറവിൽ തിരുവാഴിയോട് തിരുവരായിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. വിഷുദിനത്തിൽ വൈകിട്ടായിരുന്നു കൊടിയേറ്റം. കൊടിയേറ്റത്തിന് ശേഷം പള്ളിവേട്ട, കുറ്റിയടിക്കൽ, തായമ്പക, തോൽപ്പാവക്കൂത്ത് എന്നിവയും അരങ്ങേറി. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ വരും ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 18 കൂട്ടുവിളക്ക് ദിവസം രാവിലെ ലക്ഷ്മിനാരായണ ചാക്യാരുടെ ചാക്യാർകൂത്ത്, വൈകുന്നേരം സെമി ക്ലാസിക്കൽ ഡാൻസ്, ഭരതനാട്യം എന്നിവയ്ക്ക് പുറമെ രാത്രി 8:45 ഭക്തിഗാനമേളയും നടക്കും. ഏപ്രിൽ 19 ചെറിയാറാട്ട് ദിവസം ഭക്തിഗാനസുധ, പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോ. ഏപ്രിൽ 20 വലിയാറാട്ട് ദിവസം രാവിലെ കാഴ്ചശീവേലി, വൈകുന്നേരം ഇരട്ടത്തായമ്പക എന്നിവയുണ്ടാകും. രാത്രി ഗുരുവായൂർ ശശിയാൻ പാർട്ടിയുടെ മേളം ഉത്സവത്തിന് മാറ്റുകൂട്ടും. ഏപ്രിൽ 21 ഉത്സവ ദിനമായ ചൊവ്വാഴ്ച രാവിലെ പഞ്ചാരിമേളം, 11:30 ദാരികാവതം പാട്ട് എന്നിവ നടക്കും. വൈകുന്നേരം 3:30 കിഴക്കൻ പൂരം കൊടിയേറ്റുന്നതോടെ ആഘോഷങ്ങൾ ഉച്ചസ്ഥായിയിലെത്തും. തുടർന്ന് വടക്കൻ പൂരം, പടിഞ്ഞാറൻ പൂരം എന്നിവ ക്ഷേത്രസന്നിധിയിൽ പ്രവേശിക്കും. രാത്രി 10:30 വർണ്ണാഭമായ രാത്രിപൂരം നടക്കും. ഏപ്രിൽ 22 രാവിലെ 10 മണിക്ക് ആറാട്ടുകൂടി എഴുന്നള്ളിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ഉത്സവം ഭംഗിയായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു.
വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. മണ്ണാർക്കാട് ആദ്യമായി 9 കാരറ്റ് 14 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിന്റെ കമനീയ ശിഖരവുമായി കോടതിപ്പടി പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് നവീകരിച്ച ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ജ്വല്ലറി ബിസിനസ്സിൽ നമ്മൾ 97 സ്റ്റാർട്ട് ചെയ്തു, 2027 എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസുകൾ പലതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ എന്താ പറയുക, UK ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞു. അവിടെ ഒരു 3-4 സ്റ്റോർ വരുന്നുണ്ട്, US വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂയോർക്കിൽ തന്നെ സ്പേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ദുബായിൽ ഹോൾസെയിൽ ഡിവിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ വാറുകാരനാണ്, അതല്ലെങ്കിൽ വീണ്ടും റീറ്റെയിലിലേക്ക് സ്പീഡിൽ പോട്ടതാണ്. ഇനി അക്രോസ് പല ഭാഗങ്ങളിലും നമ്മൾ സ്റ്റഡീസായി ഒരുപാട് ആൾക്കാരായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസും തുടക്കവും മണ്ണാർക്കാടാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകളുടെ ഫ്രാഞ്ചൈസി നമ്മുടെ നാട്ടിലെടുക്കാറാണ് സാധാരണ പതിവ്. ദൈവം സഹായിച്ച് നമ്മുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ നമുക്കുള്ളൊരു ശക്തി എന്താണെന്ന് വെച്ചാൽ നല്ല 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 ആൾക്കാർ ഇതിൽ പൊന്തി വരുന്നുണ്ട്. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ധൈര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ മണ്ണാർക്കാട് ഒരു വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1% പണിക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടമാണ്. പക്ഷേ ഇവരെല്ലാവരും കൂടി നമുക്ക് എന്താ പറയുക, നമ്മുടെ 35,000-ൽ പരം ആൾക്കാരുണ്ട്. നമ്മൾ ഇത്രയും കാലം ആൾക്കാർ ഇത്രയും പേര് നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് നമുക്ക് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് മണ്ണാർക്കാട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് ബിസിനസ്സിനും അതിൻ്റേതായിട്ടുള്ള ഒരു നിശ്ചിത മാർജിൻ വെച്ചിട്ട്, അതായത് പറ്റിക്കപ്പെടാത്ത മാർജിൻ വെച്ചിട്ട് തന്നെ ചെയ്യണം. ഇതിൽ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അത് എന്താ പറയുക, ആരെങ്കിലും ദ്രോഹിക്കാനുള്ളൊരു അവസ്ഥ അതിൽ വന്നേക്കാം. അത് വരരുത് എന്നുള്ളതാണ്. അതിനെതിരാണെങ്കിൽ പോലും അവർ ഒരു ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ, ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ. സ്വർണ്ണ വ്യാപാര രംഗത്ത് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് പഴേരി ജൈത്രയാത്ര തുടരുന്നത്. തൊടുപുഴ, ഈരാറ്റുപേട്ട, പട്ടാമ്പി, UAE, UK എന്നിവിടങ്ങളിലെ ഷോറൂമുകൾക്ക് പുറമെ കേരളമൊട്ടാകെ വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഴേരി ഗ്രൂപ്പ്. കോടതിപ്പടിയിൽ നവീകരിച്ച ഷോറൂമിന്റെ 1-ാം നിലയിൽ സ്വർണം, ഡയമണ്ട്, വെള്ളി കൂടാതെ കൗമാരക്കാർക്കായി 9 കാരറ്റിലും 14 കാരറ്റിലും ലൈറ്റ് വെയ്റ്റ് എക്സ്ക്ലൂസീവ് ട്രെൻഡിംഗ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം തന്നെയുണ്ട്. കൂടാതെ വിവിധ കമ്പനികളുടെ എക്സ്ക്ലൂസീവ് വാച്ചുകൾ, ബ്രാൻഡിംഗ് പെർഫ്യൂമുകൾ എന്നിവയ്ക്കായി പ്രത്യേകം കൗണ്ടറുകളുണ്ട്. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഖദീജ പഴേരി നിർവഹിച്ചു. എക്സ്ക്ലൂസീവ് ഫ്ലോറിന്റെ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ നിർവഹിച്ചു. ബ്രാൻഡഡ് വാച്ചുകളുടെ കൗണ്ടർ ഫാത്തിമ പഴേരിയും ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ കൗണ്ടർ നഗരസഭാ ചെയർപേഴ്സൺ K സഷ്ന എന്നിവർ നിർവഹിച്ചു. ആദ്യ വിൽപ്പന മുൻ നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ M പുരുഷോത്തമൻ, T സിദ്ദിഖ് എന്നിവർ നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകരടക്കം നിരവധി പേർ പങ്കെടുത്തു. സമ്മേളനം അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ഷരീഫാജി, കരീം, അങ്ങനെ പഴേരി ഗ്രൂപ്പ്. അപ്പോൾ അവർ നേടിയിട്ടുള്ള ഒരു വലിയ നേട്ടം 30-ാം വാർഷികം. ഈ ബിസിനസ് സംരംഭങ്ങളൊക്കെ 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ മണ്ണാർക്കാട്ടിൻ്റെ വിവിധ മേഖലകളിൽ ഉയർന്നു നിൽക്കുകയാണ് ഈ ബിസിനസ് സംരംഭം. മാത്രവുമല്ല, ഈ പഴേരി ഗോൾഡൻ ഡയമണ്ട്സ് അത് ഇന്ന് നവീകരിച്ച് ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ഒരു ഷോറൂമായി ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന വേളയിലുമൊക്കെ നമ്മളെല്ലാവരും പരസ്പരം സന്തോഷം പങ്കിടാൻ, നമുക്കൊക്കെ അതിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് എല്ലാവരും ഒത്തുചേർന്നത്. മാനേജിംഗ് ഡയറക്ടർ പഴേരി ഷെരീഫ് ഹാജി, കരീം പഴേരി, അബ്ബാസ് പഴേരി, നിസാർ പഴേരി, KPS പയ്യനടം, ഷാജി മുല്ലപ്പള്ളി, അബൂബക്കർ ബാവി, ഫേമസ് അക്ബർ, CPM ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി, ബഷീർ കാട്ടുകുളം, കളത്തിൽ അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത 10 ഭാഗ്യശാലികൾക്ക് 5000 രൂപ ക്യാഷ് പ്രൈസ് സമ്മാനിച്ചു.
മറ്റു വാർത്തകൾ. ഒറ്റപ്പാലം കണ്ണിയമ്പുറം കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ചുള്ള തോൽപ്പാവക്കൂത്തിനും കലാപരിപാടികൾക്കും തുടക്കമായി. 11 ദിവസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്തിൽ രാമായണത്തിലെ സേതുബന്ധനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥാസന്ദർഭങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ക്ഷേത്രം ട്രസ്റ്റി പരമേശ്വരൻ നമ്പൂതിരി കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം കീബോർഡ് മ്യൂസിക്, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. വരും ദിവസങ്ങളിൽ ഭജന, വീരനാട്യം, തുള്ളൽത്രയം, കഥകളി, തായമ്പക തുടങ്ങി വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ ക്ഷേത്രമുറ്റത്ത് നടക്കും. പ്രശസ്ത പിന്നണി ഗായകമാരായ ശിവാനി, ദുർഗ വിശ്വനാഥ് എന്നിവർ നയിക്കുന്ന സംഗീത പരിപാടികളും കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയുമാണ് പ്രധാന ആകർഷണങ്ങൾ. ശനിയാഴ്ച വൈകിട്ടാണ് പൂരത്തിന്റെ കൊടിയേറ്റം നടക്കുന്നത്. പൂരദിവസമായ ഏപ്രിൽ 26 ഞായറാഴ്ച പുലർച്ചെ മുതൽ പൂതൻതിറ വരവുകളും പറവെപ്പും ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തിന്റെയും പാണ്ടിമേളത്തിന്റെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പുകൾ, വെടിക്കെട്ട്, രാത്രിയിലെ ഡബിൾ തായമ്പക എന്നിവയോടെ ആഘോഷങ്ങൾ സമാപിക്കും. 16 തീയതി മുതൽ 26 തീയതി വരെ 10 ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത്. 16 മുതൽ 26 വരെ വിവിധതരം കലാപരിപാടികളോടുകൂടി ആഘോഷിക്കുന്നു. അതിൽ മെയിനായിട്ട് ദുർഗ വിശ്വനാഥിന്റെ ഭജൻസ്, പിന്നെ ഗാനമേള, ആലപ്പുഴ പതിയുടെ നാടൻ പാട്ട്, പിന്നെ ഒരു സംഗീത നിശ എന്നിവയാണ് മെയിനായിട്ടുള്ള പ്രോഗ്രാംസ്. പിന്നെ ഈ പൂരത്തിൽ അണിനിരക്കുന്ന വാദ്യകലാകാരന്മാർ ശുഭവരം ദിലീപിന്റെ നേതൃത്വത്തിൽ പാണ്ടിവേളം, പഞ്ചവാദ്യം വൈക്കം ചന്ദ്രന്മാരാരുടെ നേതൃത്വത്തിൽ, പിന്നെ തായമ്പക വെണ്ണിമല നന്ദഗോപനും വെണ്ണിമല അനന്തകൃഷ്ണനും ചേർന്നിട്ടുള്ളതാണ്. ഈ പൂരത്തിന്റെ പ്രോഗ്രാം എല്ലാം അവസാനിച്ചതിന് ശേഷം ഒരു ഗംഭീര വെടിക്കെട്ട് രാത്രി 9:30 ഉണ്ടായിരിക്കുന്നതാണ്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ MB സോമനാഥൻ, സുരേഷ് കോണിക്കൽ, KK അനിൽ, ബാലഗോപാലൻ പാറയ്ക്കൽ, P ജയദേവൻ, KM പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. അത്യപൂർവമായി മാത്രം നടത്തപ്പെടുന്ന സുബ്രഹ്മണ്യ ഷണ്ടാക്ഷര യജ്ഞം ഏപ്രിൽ 18, 19 ദിവസങ്ങളിൽ പട്ടാമ്പി പരുതൂർ മുടപ്പക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കും. 18-ാം തീയതി രാവിലെ വിശേഷാൽ പൂജകളോടെ ചടങ്ങുകൾ തുടങ്ങുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 19 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് യജ്ഞം ആരംഭിക്കും. ശ്രീരാമസ്വാമി ശർമാജിയാണ് യജ്ഞാചാര്യൻ. വാർത്താസമ്മേളനത്തിൽ രക്ഷാധികാരി വിനയഗോപാൽജി, സെക്രട്ടറി സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് ബാബു CP, PB സുരേന്ദ്രൻ, ദേവദാസ് എന്നിവർ പങ്കെടുത്തു. ഈ ക്ഷേത്രത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായിട്ട് സുബ്രഹ്മണ്യ ഷടാക്ഷര യജ്ഞം എന്ന വിശിഷ്ടമായിട്ടുള്ള ഒരു അനുഷ്ഠാന പദ്ധതി അവർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് വരുന്ന ഏപ്രിൽ 18, 19 തീയതികളിലായിട്ടാണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. അത് വളരെ അപൂർവമായിട്ടുള്ള ചടങ്ങാണ് ഈ സുബ്രഹ്മണ്യ ഷടാക്ഷര യജ്ഞം എന്നുള്ളത്. നമുക്കറിയാം, ധാരാളം വിഷ്ണുക്ഷേത്രങ്ങളും ശിവക്ഷേത്രവും ദേവീക്ഷേത്രങ്ങളെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ആ ഉള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തന്നെ ഇത്തരം വിശിഷ്ടമായിട്ടുള്ള യജ്ഞങ്ങൾ നടക്കുന്നതും വളരെ അപൂർവമാണ്. നമ്മുടെ ഈ നാട് അത്ര വിശിഷ്ടമായിട്ടുള്ള ഒരു സുബ്രഹ്മണ്യ ഷടാക്ഷര യജ്ഞത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഈ വരുന്ന ഏപ്രിൽ 18, 19 തീയതികളിൽ. 2 ദിവസം ഫുള്ളായിട്ടുള്ള പ്രോഗ്രാം അവിടെ ഉണ്ട്. 18-ാം തീയതി കാലത്ത് ഗണപതി ഹോമത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ഒരു സാംസ്കാരിക സമ്മേളനം വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യ ദീപപ്രജ്വലനം നടത്തുന്നത് ക്ഷേത്രത്തിന്റെ തന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ കാലടി ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് അവറുകളാണ്. വൈകിട്ട് ആ ഭാഗത്ത് നമുക്കറിയാം, വള്ളുവനാട് നാടൻ കലകൾക്കെല്ലാം ധാരാളം പേര് കേട്ടിട്ടുള്ള സ്ഥലം കൂടിയാണ് വള്ളുവനാട് എന്ന്. ഇപ്പോൾ ധാരാളം നാടൻ കലകൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കളരിപ്പയറ്റ്, പുള്ളുവൻ പാട്ട് എന്നുള്ള ചില കലകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിനിടെ അപകടം. കയ്യിലിരുന്ന പടക്കം പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശി ദിലീപാണ് മരിച്ചത്. ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് അജ്ഞാതനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവം. അറസ്റ്റിലായ മധുസൂദനൻ നിരവധി കേസുകളിലെ പ്രതിയെന്ന് പോലീസ്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കോട്ടപ്പാടം ഭീമനാട് ക്ഷേത്രത്തിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറേക്കര ശങ്കരനാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് വാർഡംഗം.
ബന്ധുക്കൾ പുറമ്പോക്ക് ഭൂമി നൽകി സ്വന്തം ഭൂമി തട്ടിയെടുത്തെന്ന പരാതിയുമായി വീട്ടമ്മ. പരാതി നൽകിയിട്ടും പോലീസിൽ നിന്നും റവന്യൂ അധികൃതരിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും തന്റെ ജീവന് പോലും ഭീഷണിയുള്ളതായും 63-കാരിയായ തങ്കമണി. UDF അധികാരത്തിൽ വന്നാൽ മന്ത്രി പ്രതീക്ഷയിൽ മങ്കടയിൽ മത്സരിച്ച മഞ്ഞളാംകുഴി അലിയും. വിജയിച്ചാൽ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം നൽകുമെന്ന് സൂചന. നേരത്തെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ നഗരകാര്യ ന്യൂനപക്ഷക്ഷേമ മന്ത്രിയായിട്ടുണ്ട് മഞ്ഞളാംകുഴി അലി. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. 89 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. ഫലപ്രഖ്യാപനം മെയ് 2-ാം വാരം ഉണ്ടായിരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.